ഹലോ, ജ്യോത്സലാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നത് ഒരു അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ്. ഇപ്പം വിളിച്ചിരിക്കുന്നത് ഫാക്റ്റിലാണ് FACT. അവിടത്തേക്ക് ഉദ്യോഗ് മണ്ഡലിലേക്കാണ് അപ്രന്റീസ് ആക്ടിൻ്റെ റൂൾ അനുസരിച്ചാണ് ഇപ്പം ഈ വിളിക്കുന്നത്. ഇപ്പം ഒരു വർഷത്തേക്കാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റൈഫൻഡായിട്ട് 7,000 rupees ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ്. ഫിറ്ററിലോ മെഷീനിസ്റ്റിലോ ഇലക്ട്രീഷ്യൻ, പ്ലംബർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, കാർപ്പൻറ്റർ, മെക്കാനിക് ഡീസൽ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്, പെയിന്റർ, COPA അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റിലേക്കാണ് ഇപ്പോൾ വിളിക്കുന്നത്. ഇതിൻ്റെ എലിജിബിലിറ്റി 60% മാർക്കാണ്. അതായത് ട്രേഡിൽ NCVT അപ്രൂവ്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ SC/STക്ക് ആണെങ്കിൽ 50% മാർക്ക് മതി. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 23 years കൂടാൻ പാടുള്ളതല്ല. ഈ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2024 April 1 അനുസരിച്ചായിരിക്കും. ജനറലാണെങ്കിൽ 2001 April 2 കഴിഞ്ഞിട്ടുള്ളവരായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ OBCക്ക് ആണെങ്കിൽ 1998 April 2 ആയിരിക്കും ലോവർ ഏജ് ലിമിറ്റ്. അതുപോലെ SC/ST ആണെങ്കിൽ 1996 April 2 ആണ് ലോവർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. റിസർവേഷൻസ് എല്ലാം ആപ്ലിക്കബിൾ ആയിട്ടുള്ള പോസ്റ്റാണ്. ഇപ്പം വേക്കൻസി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫിറ്ററിന് 24 വേക്കൻസി, മെഷീനിസ്റ്റ് 8, ഇലക്ട്രീഷ്യൻ 15, പ്ലംബർ 4, മെക്കാനിക് മോട്ടോർ വർക്കർ 6, കാർപ്പൻറ്റർ 2, മെക്കാനിക് ഡീസൽ 4, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 12, വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് 9, പെയിന്റർ 2, COPA അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റിന് 12. അങ്ങനെ ടോട്ടൽ 98 വേക്കൻസീസ് ആണ് ഉള്ളത്. അതായത് ട്രേഡ് പഠിച്ചവർ മാത്രം ഇത് അപ്ലൈ ചെയ്താൽ മതി. ബാക്കിയുള്ള ഡിസിപ്ലിനിലുള്ളവരെ കൺസിഡർ ചെയ്യുന്നതല്ല. ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. www.fact.co.in എന്നുള്ള വെബ്സൈറ്റിൽ വഴിയാണ് അപ്ലൈ ചെയ്യാൻ. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് May 20 ആണ്. ഇതിന് ശേഷം നമ്മൾ ഓൺലൈൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യേണ്ടതുണ്ട് FACT-ലോട്ട്. അഡ്രസ്സ് എന്ന് പറയുന്നത് സീനിയർ മാനേജർ ട്രെയിനിങ്, FACT ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ, ഉദ്യോഗ് മണ്ഡൽ 683-501 എന്ന അഡ്രസ്സിലേക്കാണ് സെൻഡ് ചെയ്യേണ്ടത്. May 25 വൈകിട്ട് 5 മണിക്ക് മുമ്പ് ഇത് സെൻഡ് ചെയ്യേണ്ടതാണ് അവിടെ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ സ്കാൻ ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും നമുക്ക് 10 മാർക്ക് വേണം. അതുപോലെ ITയുടെ ഫാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, അതുപോലെ നിങ്ങൾ ഏതെങ്കിലും FACT എംപ്ലോയിയുടെ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഡിപ്പെൻഡൻസി സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഇമെയിൽ IDയും ഫോൺ നമ്പറും വാലിഡ് ആയിട്ടുള്ളതായിരിക്കണം. കാരണം ഫ്യൂച്ചർ റെഫറൻസിനല്ല ഇതായിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഈ ഡേറ്റ് കഴിഞ്ഞിട്ട് ലഭിക്കുന്ന ആപ്ലിക്കേഷനോ റിജക്റ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ മെറിറ്റ് ലിസ്റ്റ് www.fact.com.in എന്നുള്ള വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്. അതുപോലെ കാൻഡിഡേറ്റ്സിൻ്റെ ഇമെയിലിൽ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്രന്റീസ് രജിസ്ട്രേഷൻ ഓൺലൈൻ വെബായിട്ടുള്ള www.apprenticeship.org എന്നുള്ളതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരെ കൺസിഡർ ചെയ്യുന്നതാണ്. അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അവരുടെ രജിസ്ട്രേഷൻ IDയും പാസ്വേഡ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഏജ് റിലാക്സേഷൻ SCക്കും STക്കും എല്ലാവർക്കും OBCക്കും എല്ലാം ആപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ മെറിറ്റ് ലിസ്റ്റ് നമ്മൾ അവരുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ വെച്ചിട്ടുള്ള മാർക്ക് അനുസരിച്ചായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ SSLC അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ളതും കൺസിഡർ ചെയ്യുന്നതാണ്. അതിനുശേഷം ഈ ആധാർ കാർഡ് റെസിഡൻഷ്യൽ അഡ്രസ്സിൻ്റെയും അതുപോലെ നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ ചെക്ക് ചെയ്യാനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അറ്റസ്റ്റഡ് കോപ്പിയും 6 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അതുപോലെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റും അതുപോലെ NAPSൻ്റെ രജിസ്ട്രേഷൻ ID, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഡിപ്പെൻഡൻസി സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും എല്ലാം നമ്മൾ ജോയിനിങ് ടൈമിൽ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്രന്റീസ്ഷിപ്പ് ആക്ടിൻ്റെ ഇതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വന്ന എന്തെങ്കിലും ചേഞ്ചോ എന്തെങ്കിലും മോഡിഫിക്കേഷനോ ഉണ്ടെങ്കിൽ അവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള www.fact.co.in അവർ അത് അറിയിക്കുക. നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട്
അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അയക്കാൻ പറ്റുകയാണെങ്കിൽ അപ്ലൈ ചെയ്യാം. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ.